നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയിൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോയ 1 കോടി രൂപ ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്തിരുന്നു. ഈ തുക മഞ്ഞുമലയുടെ മേൽത്തുമ്പ് മാത്രമേ ആകുന്നുള്ളൂ. 5 കോടി രൂപയുണ്ടായിരുന്ന പാർട്ടിയുടെ ഈ അക്കൗണ്ടിലുള്ളത് കണക്ക് കാണിക്കാത്ത പണമാണെന്ന് കണ്ടെത്തി മരവിപ്പിച്ചിരിക്കുന്നു. ഇതേ അക്കൗണ്ടിൽ വീണ്ടും 1 കോടി രൂപ വർഗീസ് നിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ബാങ്ക് അധികൃതർ വിവരം നൽകിയതിനെ തുടർന്ന് ആദായ നികുതി വകുപ്പ് തുക പിടിച്ചെടുത്തത്. പണത്തിന്റെ സ്രോതസ് കാണിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അതിന് കഴിയാതിരുന്നതിനെ തുടർന്നായിരുന്നു നടപടി. പണം എവിടെ നിന്ന് ലഭിച്ചതാണെന്നതിന്റെ ഒരു രേഖയും CPM നേതാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. CPM ഭരിക്കുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിലെത്തിയ MM വർഗീസ് ജില്ലയിലെ CPMന്റെ ആസ്തി സംബന്ധിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകിയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പറഞ്ഞതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ലെന്നും വേണമെങ്കിൽ ഇനി അറസ്റ്റ് ചെയ്തോട്ടെ എന്നുമാണ് വർഗീസിന്റെ പ്രതികരണം. ഇത് വ്യക്തിപരമായ അഭിപ്രായമല്ല, പാർട്ടിയുടെ നിലപാടാണെന്ന് വ്യക്തം. ഇതേ നിലപാട് തന്നെയാണ് രേഖകളിൽ ഇല്ലാത്തതിനാൽ പിടിച്ചെടുത്ത 1 കോടി രൂപയുടെ കാര്യത്തിലുമുള്ളത്. ഇക്കാര്യത്തിലും പാർട്ടിയുടെ തീരുമാനമാണ് വർഗീസ് ആദായ നികുതി വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. നിക്ഷേപകരുടെ പേരിൽ CPM നേതാക്കൾ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി തെളിഞ്ഞിട്ടുള്ള കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPMന് 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിസർവ് ബാങ്കിനെയും ധനമന്ത്രാലയത്തെയും അറിയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്. തൃശൂർ ജില്ലയിലെ മറ്റ് സഹകരണ ബാങ്കുകളിലും CPMന് രഹസ്യ നിക്ഷേപം ഉണ്ടെന്ന വിവരം കൈമാറിയിട്ടുണ്ട്. ഈ വെളിപ്പെടുത്താത്ത അക്കൗണ്ടിലെ പണം ഉപയോഗിച്ച് CPM നിരവധി ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായും കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഹൈക്കോടതിക്കും ED നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും CPMന് 5 കോടി രൂപയുണ്ടെന്നും 1 കോടി രൂപ പിൻവലിച്ചതായും എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയത്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ പാർട്ടിയുടെ രഹസ്യ നിക്ഷേപത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ അങ്ങനെയൊന്നില്ലെന്നും പാർട്ടി കള്ളപ്പണം സ്വീകരിക്കാത്തതിനാൽ അംഗത്വവും ഫീസും ലെവിയുമൊക്കെയാണ് വരുമാന സ്രോതസ്സെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും പറഞ്ഞത്. ഇത് എത്ര വലിയ കള്ളമായിരുന്നു എന്ന് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ 5 കോടിയുടെ നിക്ഷേപവും അതേ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ കൊണ്ടുവന്ന 1 കോടി രൂപ പിടിച്ചെടുത്തതും തെളിയിക്കുന്നത്. കള്ളപ്പണത്തിന്റെയും അഴിമതിയുടെയും കാര്യം വരുമ്പോൾ CPM നേതാക്കൾ പറയുന്നത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും വിശ്വസിക്കാനാവില്ലെന്ന് ആവർത്തിച്ച് തെളിയിക്കപ്പെടുകയാണ്. തൃശൂർ ജില്ലയിൽ മാത്രമല്ല, മറ്റു ജില്ലകളിലെയും CPM സഹകരണ ബാങ്കുകളിലും മറ്റ് ബാങ്കുകളിലുമായി രഹസ്യ നിക്ഷേപമുണ്ടെന്ന് ഉറപ്പാണ്. ഏതെങ്കിലും ഒരു ജില്ലയിൽ മാത്രമായിരിക്കില്ലല്ലോ CPMന്റെ ഇത്തരം തട്ടിപ്പുകൾ. 2ാം UPA ഭരണകാലത്ത് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഒരു ദിവസം ഗസ്റ്റ് എഡിറ്ററായി വന്നപ്പോൾ കോൺഗ്രസ് നേതാവ് മുൻ ധനമന്ത്രിയുമായ P ചിദംബരം CPMന് കോടാനുകോടിയുടെ സ്വത്തുണ്ടെന്ന് കണക്കാക്കി വാർത്ത നൽകിയത് വിവാദത്തിനിടയാക്കിയിരുന്നു. അന്ന് ചിദംബരം കണക്കുകൂട്ടിയതിനേക്കാൾ എത്രയോ അധികമാണ് CPMന്റെ പണസമ്പത്തെന്നാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. അഴിമതിയുടെ തിമിംഗലമായ ഇതേ ചിദംബരവും CPMും ഇപ്പോൾ ഉറ്റ സുഹൃത്തുക്കളാണെന്നത് മറ്റൊരു കാര്യം. നരേന്ദ്രമോദി സർക്കാരിന്റെ വോട്ട് നിരോധനത്തെ CPM പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തത് വൻതോതിൽ കള്ളപ്പണം കൈവശമുള്ളതിനാലാണെന്ന വിമർശനത്തെ ശരിവെക്കുന്നതാണ് CPMന്റെ രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച വിവരങ്ങൾ. നോട്ട് നിരോധനം നിലവിൽ വന്നതോടെ സഹകരണ ബാങ്കുകൾ വഴി കോടാനുകോടി രൂപയാണ് CPM വെളുപ്പിച്ചെടുത്തതെന്നും ആക്ഷേപമുണ്ടായിരുന്നു. അക്കാര്യത്തിൽ ജിഹാദി ശക്തികളുമായി കൈകോർത്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി വേണം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള CPMന്റെ രഹസ്യ നിക്ഷേപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ. CPM നിയന്ത്രിക്കുന്ന ഈ കള്ളപ്പണ സാമ്രാജ്യം നിലനിൽക്കാൻ അനുവദിക്കരുത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.